അടങ്ങിയിരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ പറയാതെ പറയുന്നത്. രണ്ടാം റൗണ്ട് ചർച്ചകൾ ജനീവയിൽ നടക്കുന്ന സമയത്ത്, അതായത് ആണവ കരാറുമായി ബന്ധപ്പെട്ട രണ്ടാം റൗണ്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇറാന്റെ മിസൈൽ മഴ. ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് മേൽ ഇറാൻ വലിയ രീതിയിലുള്ള മിസൈൽ കൊണ്ട് അങ്ങ് ആറാടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇറാൻ അമേരിക്കയെ ഒരു ഭയവുമില്ല എന്നുള്ളതാണ്. അതായത് അമേരിക്ക എന്തൊക്കെ ഉമ്മാക്കി കാണിച്ചാലും അതൊന്നും ഞങ്ങളെ അടുത്ത് ചിലവാകില്ല എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു യുദ്ധത്തിനുള്ള സമാനമായ സാധ്യതകൾ കാണേണ്ടതല്ലേ? ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ ഇപ്പോഴും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒരു സമാധാന ചർച്ച എന്ന നിലയിൽ ജനീവയിൽ ഒരു കോംപ്രമൈസ് മീറ്റിംഗ് നടക്കുന്നത്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് അബ്ബാസ് അരഗാച്ചി, അതായത് ഇറാന്റെ വിദേശകാര്യമന്ത്രി പോകുന്നുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ മീറ്റിംഗ് നടത്തുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ ആണവായുധ പരീക്ഷണത്തിൽ നിന്ന് ഇറാൻ പൂർണ്ണമായിട്ടും പിൻവാങ്ങുന്നു എന്നുള്ള ഒരു നിലപാട് അറിയിച്ചാൽ മതി. പക്ഷെ ആ നിലപാട് ഇറാൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അമേരിക്ക പറയുന്നത് ഇനിയും ആണവ ആയുധ നിർമ്മാണം, എന്താണെന്ന് വെച്ചാൽ യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഉദ്ദേശിക്കുന്നത്, അതുമായിട്ട് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന തിരിച്ചടി അവർ സങ്കല്പിക്കുന്നതിനപ്പുറമായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഭീഷണിയാണ് പെടുത്തുന്നത്. അപ്പോൾ ആണവ പദ്ധതിയുമായിട്ട് നിങ്ങൾ പോയാൽ വെറുതെ ആക്രമിക്കുമെന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കും. B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വജ്രായുധമാണ്. അതുപയോഗിച്ചുള്ള ആക്രമണത്തിൽ നിന്ന് ഇറാന് രക്ഷപ്പെടാനേ കഴിയില്ല. ഇത് കേട്ടാൽ സ്വാഭാവികമായിട്ടും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനൈ ആയുധം വെച്ച് കീഴടങ്ങേണ്ടതാണ്. പക്ഷേ ഖമനൈ പറയുന്നത് അങ്ങനെയൊന്നും തോൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് അമേരിക്ക മുതിർന്നാൽ ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യമുള്ള രാജ്യത്തിന് വമ്പൻ തിരിച്ചടി നേരിടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇറാന്റെ തിരിച്ചടി ശക്തമായിരിക്കുമെന്ന് അമേരിക്കയോട് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, ഈ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ഈ ഇറാന്റെ ഹോർമൂസ് കടലിടുക്ക്, ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനപ്പെട്ട വ്യാപാര പാതയും കൂടെ. ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഒരു സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നു, പ്രത്യേകിച്ച് വ്യോമാഭ്യാസ പ്രകടനം. ഈ വ്യോമാഭ്യാസ പ്രകടനം നടക്കുന്നതിനിടയിൽ മിസൈൽ മഴ പെയ്യിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന്റെ എല്ലാ മേഖലയിലേക്കും വൻതോതിൽ മിസൈൽ വർഷിക്കുകയാണ് ഇറാൻ. എന്താണെന്ന് ചോദിച്ചാൽ സൈനിക അഭ്യാസ പരിപാടിയാണ്. സൈനിക അഭ്യാസ പരിപാടിയിൽ ഒരിക്കലും ഇങ്ങനെ മിസൈൽ വർഷമൊന്നും നടത്താറ് ഇല്ല, അത് പതിവുള്ള കാര്യമല്ല. പക്ഷെ പതിവിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് കൃത്യമായ ഒരു മറുപടി ഇറാൻ നൽകുന്നു. ഞങ്ങൾക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിന് വന്നാൽ ഞങ്ങളുടെ നിലപാട് ഇതായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ അബ്ബാസ് അരഗാച്ചിയും ഒക്കെ ചേർന്നിട്ട് ഒരു സമാധാന മീറ്റിങ്ങിലൂടെ പോകുമെന്നും ഇറാൻ ഈ യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ മുൻകൈ എടുക്കുമെന്നും നമ്മൾ പ്രതീക്ഷിച്ചു. അങ്ങനെയല്ല. ഡൊണാൾഡ് ട്രംപ് എങ്ങനെയാണോ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്, എങ്ങനെയാണോ ഇവരെ പ്രകോപിപ്പിക്കുന്നത്, അതേ രീതിയിൽ തന്നെ ഇറാൻ മറുപടി നൽകുന്നു. അപ്പോൾ ഇറാൻ അയത്തുള്ള അലി ഖമനൈ പറയുകയാണ്, ലോകത്തെ ഏറ്റവും വലിയ സൈന്യമുള്ള ഒരു രാജ്യത്തിന് കിട്ടാവുന്ന തിരിച്ചടി എത്രയായിരിക്കും അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്കയെ പോയി ആക്രമിക്കുമെന്നാണ്. ഇറാൻ ഒരു ഭയവുമില്ല. കാരണം ഇറാന്റെ കയ്യിലും വലിയ സൈന്യമുണ്ട്, വലിയ ശക്തിയുണ്ട്. മാത്രമല്ല സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കയ്യിലുണ്ട്. നേരത്തെ നദാൻസ്, അത് ഫൊർദാൻ തുടങ്ങിയ മേഖലകളിലൊക്കെ ആക്രമണം നടത്തിയല്ലോ. അന്ന് ആക്രമണം നടത്താൻ മുൻകൈ എടുത്ത ഇസ്രായേലായിരുന്നു. ഇപ്പൊ ഇസ്രായേൽ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ കൊണ്ട് ആക്രമണം നടത്തിക്കുക, പിന്നിൽ അമേരിക്ക അതിന്റെ ആയുധവും സാമ്പത്തിക സഹായങ്ങളും നൽകുക, ഇതായിരുന്നു തന്ത്രം. പക്ഷെ ഇപ്പൊ ഇറാനും ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ ഈ സംഘർഷാവസ്ഥ ഇത്രയൊക്കെ നിലനിൽക്കുമ്പോഴും ഇസ്രായേൽ അതിനകത്ത് നേരിട്ട് ഇടപെടുന്നില്ല. ഇവിടെ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തയാഴ്ച ഇസ്രായേൽ സന്ദർശിക്കാനായിട്ട് പോകുന്നു. ഇസ്രായേൽ സന്ദർശിക്കുമെന്ന് മാത്രമല്ല, ഇസ്രായേലിലെ അസംബ്ലിയിൽ അല്ലെങ്കിൽ അവിടുത്തെ പാർലമെന്റിലൊക്കെ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാൻ ഇസ്രായേലിലേക്ക് വരുന്നു എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അപ്പൊ നെതന്യാഹു ആ കാര്യം പറയുമ്പോൾ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ വേറെ ചില കണക്കുകൂട്ടലുകളിലേക്ക് പോകുന്നു. അമേരിക്കയെ അന്ധമായി ഞങ്ങൾ സഹായിക്കേണ്ടതില്ല എന്ന് ഇസ്രായേൽ തീരുമാനിക്കുന്നു. മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശത്രുരാജ്യമല്ല. നമ്മൾ ഇറാനുമായിട്ട് കുറെ കാലമായിട്ട് ഓയിൽ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇറാന്റെ സൈഡിൽ റഷ്യ നിൽപ്പുണ്ട്, ചൈന നിൽപ്പുണ്ട്, വേണമെങ്കിൽ ഇന്ത്യ നിൽക്കുമെന്ന് പറയുന്നു. ആ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് ഒരു പക്ഷേ ഇസ്രായേൽ അമേരിക്കയുടെ കൂടെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ ഇറാൻ അതൊരു വലിയ നേട്ടമാവില്ലേ ശരിക്കും പറഞ്ഞാൽ? തീർച്ചയായിട്ടും. നമ്മൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് നമ്മളൊക്കെ കരുതിയത് ഇസ്രായേൽ നിസ്സാരമായി ഇറാനെ തീർക്കാം, ആ തരത്തിലേക്ക് ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങളും സൈനിക ശക്തിയും ഒക്കെ അത്തരത്തിൽ വലിയ രീതിയിലേക്ക് ഉണ്ട് എന്നാണ് കരുതിയത്. പക്ഷേ
ഈ അമേരിക്കയെ വെല്ലുവിളിക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ ഇപ്പൊ ആദ്യ റൗണ്ട് ചർച്ചകൾ എനിക്ക് തോന്നുന്നു മസ്കറ്റിൽ വെച്ചാണ് നടന്നത്. ആ സമയത്ത് തന്നെ ഈ എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് മുകളിലൂടെ 138 ഡ്രോണുകളാണ് ഇറാൻ അയച്ചത് എന്നാണ് പറയുന്നത്. ഈ 138 ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിട്ടു എന്ന് പറയുന്നുണ്ട് എങ്കിലും അത് അയക്കാനുള്ള ധൈര്യം ഇറാൻ കാണിച്ചു എന്നുള്ളതാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യം ആക്രമിക്കാൻ തുടങ്ങിയാലും ആ രാജ്യത്തിന് വേണ്ട സിമിലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയുധങ്ങളും സാമ്പത്തികവും ഒക്കെ നൽകി അവരെ സഹായിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്നത് ഈ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുമ്പോൾ പൂ പറിച്ചു കളയേണ്ട ലാഘവത്തോടെ പറിച്ചു കളയാം എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവിടെയാണ് ഇറാൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾ ഈ ചർച്ചകൾക്ക് ഞങ്ങളുടെ രീതിക്ക് കൂടി വന്നില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്ന് പറയുമ്പോൾ ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു ഭാഗം അടച്ചിട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് യുദ്ധസമാനമായ എബ്രഹാം ലിങ്കൺ പടക്കപ്പൽ അല്ലെങ്കിൽ യുദ്ധവിമാനവാഹിനി പോകുമ്പോഴും ഇസ്രായേൽ ഭയപ്പെടുന്നില്ല. അമേരിക്ക ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ അല്ല, ഇറാനെ ഭയപ്പെടുത്താനാണ് ഈ എബ്രഹാം ലിങ്കൺ പടക്കപ്പലൊക്കെ ഈ യുദ്ധ വിമാനവാഹിനിയൊക്കെ അയച്ചത്. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നാണ് ആയത്തുള്ള അലി ഖമനേയി പറയുന്നത്. അപ്പോ ഇറാന് കൃത്യമായ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അതായത് മരണം വരെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക, അമേരിക്കയുടെ ഒരു തിട്ടൂരത്തിനും തൽക്കാലം നട്ടല് വളയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഇസ്രായേലിലേക്ക് പോകുന്നു. ഇസ്രായേൽ ഇതിലൊന്നിലും ഇപ്പോ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിലൊന്നിലും കൈകടത്തുന്നില്ല എന്ന് പറയുമ്പോൾ റഷ്യയുമായും ഇന്ത്യയുമായും ഇസ്രായേലുമായും ഒക്കെയുള്ള ഒരു ബന്ധം ഇറാനുണ്ട്. ഇന്ത്യയുമായും റഷ്യയുമായും ഒക്കെ ചൈനയുമായും ഒക്കെ ഒരു ബന്ധം ഇറാനുണ്ട്. ആ ഇറാനെ തൽക്കാലത്തേക്ക് നമ്മളായി ഒന്നും ചെയ്യണ്ട എന്ന് ഇസ്രായേലും കൂടെ തീരുമാനിച്ചാൽ ഒറ്റപ്പെടുന്നത് അമേരിക്ക ആയിരിക്കും, ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇറാൻ അവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തും. ഇതാണ് അമേരിക്കയുടെ ആത്യന്തികമായ പ്രശ്നം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ അവർക്ക് ആണവായുധങ്ങൾ നിർമ്മിക്കാം. നിലവിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം വെച്ച് 10 ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഇറാൻ നേടിക്കഴിഞ്ഞു. ഈ ആണവായുധങ്ങൾ നിർമ്മിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം അന്ന് ഈ നദാൻസ്, ഫോർദോ തുടങ്ങിയ മേഖലകളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അവർ വളരെ സുരക്ഷിതമായ മേഖലയിലേക്ക് ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിയിട്ടുണ്ടെന്നാണ് കേട്ടത്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ എൻഗേജിലാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തിയായില്ല എന്ന് വ്യക്തതയില്ല. ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവ്, ഈ നേതാവാണ് ഇറാനിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ നേതാവ് നെഞ്ചും വിരിച്ചെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയെ പേടിയില്ല എന്നുള്ളതാണ്. കാരണം മുമ്പിൽ ഭയക്കാനൊന്നുമില്ല. ഒന്നുകിൽ ആക്രമിച്ച് തോൽക്കുക, അതല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ഒരു ആഘാതം ഏൽപ്പിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ഡൊണാൾഡ് ട്രംപ് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കുമെതിരെ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അവിടുത്തെ ജനപ്രതിനിധികളുടെയൊക്കെ എതിർപ്പ് നേടിയെടുത്ത ഒരു നേതാവ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് പഴയതുപോലെ ഒരു ആധിപത്യം, സ്വാധീനം രാജ്യത്തില്ല. അതുകൊണ്ടാണ് ഈ ആയത്തുള്ള അലി ഖമനേയി വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഈ ഭീഷണി ഉയർത്തിയത് B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിക്കുന്ന B2 സ്റ്റെൽത്ത് ബോംബർ വിമാനം ഉപയോഗിച്ച് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ശക്തമായ നേരിട്ടുള്ള യുദ്ധം എന്നൊരർത്ഥം കൂടിയുണ്ട്. മാത്രമല്ല എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള പടക്കപ്പലുകൾ ഇറാന്റെ സമീപത്ത് പല മേഖലകളിലായിട്ട് കടലിലുണ്ട്. അതുകൊണ്ടാണ് ഈ കപ്പലൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ഹോർമൂസ് കടലിടുക്കിൽ ഇവർ കൊണ്ടുവന്ന് സൈനിക അഭ്യാസ പ്രകടനം നടത്തുന്നത്. സൈനിക അഭ്യാസ പ്രകടനം എന്ന് വെച്ചാൽ വ്യോമാഭ്യാസ പ്രകടനം നടത്തിയാൽ മതി. പക്ഷേ പല ഭാഗത്തായി മിസൈൽ വർഷിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇതെന്നുള്ള കൃത്യമായ ഒരു സൂചന കൂടി നൽകുകയാണ്. അതുകൊണ്ടാണ് ഈ ജനീവയിൽ നടന്ന സമ്മേളനത്തോടുകൂടി അല്ലെങ്കിൽ മീറ്റിംഗിൽ വെച്ച് പ്രശ്നം രമ്യമായി പരിഹരിക്കാനായിട്ട് തീരുമാനിച്ചത്. അവിടെയാണ് ട്രംപ് ഭീഷണി ഉയർത്തിയത് B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഏറ്റവും അധികം സൈന്യമുള്ള ഒരു രാജ്യത്തിന് ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമെന്നുള്ള മറുപടിയാണ് ഇവർ നൽകിയത്. ചുരുക്കം പറഞ്ഞാൽ യുദ്ധം അവസാനിക്കില്ല. ഏതെങ്കിലും തരത്തിൽ അമേരിക്ക പ്രകോപനമായിട്ട് ഇറാന് നേരെ ചെന്നാൽ ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ള വ്യക്തമായ സൂചനയാണ് വ്യോമാഭ്യാസ പ്രകടനത്തിനിടയിലുള്ള മിസൈൽ വർഷം. ഈ മിസൈൽ വർഷത്തിന് എന്ത് മറുപടി അമേരിക്ക നൽകി? കാരണം അമേരിക്കയുടെ പടക്കപ്പൽ, യുദ്ധക്കപ്പൽ, എബ്രഹാം ലിങ്കൺ ഇതെല്ലാം തന്നെ കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഈ ആക്രമണം നടത്തിയത്. ഇനി കുറച്ചു കാലം കൂടെ മുമ്പോട്ട് പോയാലോ, 1-2 ആഴ്ചയ്ക്ക് മുമ്പോട്ട് പോയാൽ ഇതേ എബ്രഹാം ലിങ്കൺ കപ്പൽ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സമുദ്രാതിർത്തിയിൽ എത്തിയപ്പോൾ 800 കിലോമീറ്റർ അകലെയുള്ള മേഖലയിലേക്ക് ഇറാൻ ഡ്രോൺ അയച്ചു. ഈ ഡ്രോണിനെ അമേരിക്ക അവരുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ അയച്ചിട്ടാണ് നിർവീര്യമാക്കിയത്. അപ്പൊ അങ്ങനെ ഒരു ഡ്രോൺ അയക്കുക എന്ന് പറഞ്ഞാൽ അറിയാതെ അയച്ചതല്ലല്ലോ, കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം എന്ന് പറയുന്നത് ആക്രമണമല്ല,
പക്ഷെ ഭയപ്പെടുത്തലാണ്. ഇറാൻ അപ്പോൾ പറയുന്നത് ഞങ്ങൾ ഭയപ്പെടുത്താൻ തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇവിടെ ഇസ്രയേലും ഇന്ത്യയും തമ്മിലൊരു മീറ്റിംഗ് ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നു. ഈ മീറ്റിംഗ് ഒരുപക്ഷെ, അതായത് മോദിയുടെ നിലപാട് ഒരുപക്ഷെ അമേരിക്കയുടെ ഇറാൻ ആക്രമണത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.